അങ്ങനെ ഒരു ജനറൽ ഇലക്ഷൻ കൂടി കഴിഞ്ഞു. റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പിന് പരിസമാപ്തി കുറിക്കുകയാണ്. നാളെ കൂടെ കഴിഞ്ഞ, അതായത് 4-ാം തീയതി രാവിലെ ആരാണ് ഇനി അടുത്ത 5 വർഷത്തേക്ക് ഇന്ത്യയെ ആണോ ആരാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നയിക്കാൻ പോകുന്നതെന്നറിയാൻ ആകാംക്ഷരായി കാത്തിരിക്കുകയാണ് ജനങ്ങളല്ല, രാഷ്ട്രീയക്കാരും അവരുടെ കുറേ റാങ്ക് ആൻഡ് ഫയൽ അനുയായികളും. അതായത് സാധാരണ ജനത്തിന് ആര് ജയിച്ചാലും, NDA അധികാരത്തിൽ വന്നാലും, ഇനി മൂന്നാമത് 3-0 ആയാലും, നരേന്ദ്രമോദി 3-0 ആയാലും, അല്ലെങ്കിൽ ഇനി നമ്മുടെ രാഹുൽ ഗാന്ധി ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഇനിയിപ്പോൾ ഉടനെ തന്നെ അധികാരം ഭൂരിപക്ഷം കിട്ടിയാൽ അടിയാകും, അത് വേറെ കാര്യം. ആര് വന്നാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും ഇവിടെ ഈ 2 പേരും ചെയ്യുന്നത് എന്താ? ഇലക്ഷൻ എടുക്കാറാവുമ്പോൾ ഇലക്ഷന് പ്രകടന പത്രിക, അവരുടെ മാനിഫെസ്റ്റോയിൽ കുറേ വാഗ്ദാന പെരുമഴകളാണ് അല്ലേ? അപ്പോൾ പ്രോമിസസ് ഡെലിവേർഡ് ആൻഡ് ഡെലിവേർഡ് പ്രോമിസസ് ഡെലിവേർഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ടത് അല്ലെങ്കിൽ പാലിക്കപ്പെട്ടതായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് അടുത്ത ഇലക്ഷന് പ്രകടന പത്രികയല്ല, അടുത്ത മാനിഫെസ്റ്റോ ഇറക്കുന്നത് വരെ അതങ്ങനെ തന്നെ നിൽക്കും. ഡെലിവേർഡ് പ്രോമിസസ് ആയി തന്നെ നിൽക്കും. വീണ്ടും കുറേ ഡെലിവേർഡ് പ്രോമിസസ് വരും. പൊതുജനം എന്ന് പറയുന്നത് കഴുതയാണെന്ന് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. വീണ്ടും കൊണ്ടുവന്ന് അവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്യും, വീണ്ടും അവരധികാരത്തിൽ വരും, അവർ സുഖമായിട്ടിവിടെ വാഴും. അധികാരം കിട്ടുന്നവർ ഒരു സ്വച്ഛാധിപതിയെ പോലെ വാഴും. വലിയ വ്യത്യാസമൊന്നുമില്ല ഈ ഡിക്റ്റേറ്റർഷിപ്പ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നോർത്ത് കൊറിയയിലൊക്കെ കാണുന്നതൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ ഇലക്ട്രൽ ഓട്ടോക്രസി ആണെന്നുള്ളേ ഉള്ളൂ. ഇലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ അതിലെ ഒരാൾ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ടൈപ്പ് ഡിക്റ്റേറ്റർഷിപ്പോ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം ഒക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കാര്യമായ ഒരു മാറ്റവും സാധാരണ ജനത്തിനുണ്ടാകാൻ പോകുന്നില്ല. 5 വർഷം കൂടുമ്പോഴോ ഇതിനിടയ്ക്ക് ഇലക്ഷൻ വരികയാണെങ്കിൽ പിന്നെയും പോയി വോട്ട് ചെയ്യാനും കൈവൃത്തി ഈടാക്കാനും ഒക്കെ വിധിക്കപ്പെട്ടവരാണ് സാധാരണ ജനങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇലക്ഷൻ വരും, ഇനിയും ആൾക്കാർ വോട്ട് ചെയ്യും, പിന്നെയും ആരെങ്കിലുമൊക്കെ ജയിപ്പിക്കും എന്നുള്ളതല്ല. കാര്യമായ മാറ്റമൊന്നുമില്ല. അതായത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ ബ്രൂക്ക് എന്ന കവിതയിലെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. Men may come and men may go, but I go on forever. അതുപോലെ ഇലക്ഷൻ വരും, പോവും. സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ പൗരൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ജനങ്ങൾ 1% അല്ലെങ്കിൽ 2% അതിസമ്പന്നരുണ്ട്. അവരുടെ കാര്യമല്ല. അവർക്ക് രാഷ്ട്രീയ സ്വാധീനവും വലിയ ബിസിനസ്സുമൊക്കെ ഉള്ളവരാണ്. അവരുടെ കാര്യങ്ങൾ യഥാക്രമം ശരിയായ രീതിയിൽ തന്നെ നടക്കും. അത് ഒരു ഭരണം മാറി മറ്റൊരു ഭരണം വന്നാലും അവർക്കതറിയാം. എല്ലാവർക്കും പൈസയാണ് ആവശ്യം. സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായ മാറ്റമൊന്നും ആര് വന്നാലും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധേയമാണ്. ഈ രാഷ്ട്രീയത്തിലൊന്നും തന്നെ പണ്ട് ആദ്യകാലങ്ങളിലുണ്ടായിരുന്നത് പോലെ, ആദ്യകാലങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നപ്പോൾ ബ്രിട്ടീഷുകാർ വളരെ ബുദ്ധിപരമായി ചെയ്തതാണല്ലോ. ഇവന്മാരൊരിക്കലും സ്വസ്ഥരായി ജീവിക്കരുത്. അതിവിടെ നിന്നുള്ളതല്ല. ഇപ്പോൾ ഈ പാലസ്തീൻ ഇസ്രയേലിൻ്റെ കാര്യം എടുത്താലും ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണ്. അപ്പോൾ ഇന്ത്യയിലും അത് തന്നെയാണ് അവർ ചെയ്തത്. അവരുടെ പോളിസി തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ ആയിരുന്നല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യം തരേണ്ടി വന്നു, പോകേണ്ടി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2 നേഷൻ തിയറി ഇവർ തമ്മിൽ അടിക്കണം. അപ്പോൾ
ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ചേരുന്നതാണ് അന്നത്തെ ഇന്ത്യയല്ലോ. ആര് പ്രധാനമന്ത്രിയാകണം എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ എന്തായിരുന്നാലും ജവഹർലാൽ നെഹ്റുവിനും ജിന്നയ്ക്കും രണ്ടുപേർക്കും പ്രധാനമന്ത്രിയാകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് രണ്ട് രാജ്യമായിട്ട് വിഭജിക്കുക, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വർഗീയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടുവിച്ചു. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. ഒരു കാലത്തും ശാശ്വത പരിഹാരമുണ്ടാകാതെ ഇങ്ങനെ കിടക്കും. അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാണ് വർഗീയമായ ഈ പ്രശ്നം. അതിങ്ങനെ കാലാകാലങ്ങളായി വരുന്നു. ഇന്നും ഒരു ഭാഗം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി, അത് ഇസ്ലാമിക റിപ്പബ്ലിക്കായി പാകിസ്ഥാൻ. പിന്നെ ഒരു ഭാഗം ഇന്ത്യ മതേതര ജനാധിപത്യം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മതനിരപേക്ഷത എന്നൊക്കെ പറയും. അതൊക്കെ വെറും പേരിലേ ഉള്ളൂ. പിന്നെ ഒരു വാല് പോലെ കിടന്ന പാകിസ്ഥാൻ്റെ ഒരറ്റം ബംഗ്ലാദേശ്, അത് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമുണ്ടാക്കി. ഇതെല്ലാം ചരിത്രമാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വർഗീയത, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തമ്മിലുള്ള ഇലക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇവിടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ ആസ്പദമാക്കിയുള്ള ഒരു ഇലക്ഷനോ ഒന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഒരാശയത്തിൻ്റെ പേരിലും അല്ല ജനം വോട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നത്. മതം, ജാതി, വർണ്ണം ഇതൊക്കെ നോക്കി തന്നെയാണ്. അതുകൊണ്ട് ഈ രാജ്യം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകും. ഇതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതല്ലേ സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം. വേറെ ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആ ടെന്നീസിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് നിർത്തുന്നു. Men may come and men may go, but I go on forever.